ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഒരു സ്റ്റാർ ആർഗ്സ് എന്ന് പറഞ്ഞ നമുക്ക് എനി നമ്പർ ഓഫ് പാരാമീറ്ററിനെ നമുക്ക് ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ var-args എന്നൊക്കെ ജാവയിൽ പറയും, വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. സോ നമുക്കത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യം ഒരു പ്രോബ്ലത്തിൽ കൂടെ അത് പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യട്ടെ. ഇവിടെ ആഡർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ n1 n2 രണ്ട് നമ്പർ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നു. ഇവിടെ റിട്ടേൺ n1 പ്ലസ് n2. ഇവിടെ നമുക്കതൊന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ആഡർ 10,20. ഇത് നമ്മൾ ഇപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാം എഴുതി ഒന്ന് റൺ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാം 30 എന്ന് കിട്ടി. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. രണ്ട് പാരാമീറ്ററെ പാസ് ചെയ്യാൻ പറ്റും, രണ്ട് ആർഗ്യുമെന്റ്സെ പാസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മൂന്നാമതൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്താൽ നമുക്ക് കാണാം ഇവിടെ ഒരു എറർ ആയിരിക്കും വരിക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് മാറ്റിയിട്ട് സ്റ്റാർ ആർഗ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഒരു സ്റ്റാർ ഇട്ടിട്ട് ഒരു വേരിയബിൾ നെയിം പറയാം. സ്റ്റാർ ആർഗ്സ് എന്ന് കൊടുക്കുക. ആർഗ്സ് എന്ന് വേണമെന്നില്ല, പരാംസ് എന്നോ വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുത്താലും മതി. എന്നിട്ട് ഇവിടെ നമുക്കിവിടെ സം ഓഫ് ആർഗ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഇതേ പ്രോഗ്രാം തന്നെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മാറ്റില്ല, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പൊ നമുക്ക് 16 കിട്ടി. ഇനി നമുക്ക് എത്ര നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും ഇതിലോട്ട് പാസ് ചെയ്യാം. നമുക്ക് പ്രോഗ്രാമിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഈ ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ സ്റ്റാർ ചേർത്തിട്ട് ആർഗ്സ് എന്ന് വേണ്ട, ഇവിടെ നമുക്ക് പരാംസ് എന്നോ കൊടുക്കാം, അല്ലെ എന്നു കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. അപ്പൊ ഇവിടെ സ്റ്റാർ മസ്റ്റ് ആണ്. സ്റ്റാർ ആർഗ്സ് എന്ന് അല്ലെങ്കിൽ സ്റ്റാർ ചേർത്തിട്ട് ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. അതിന് നമുക്ക് എനി നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് അത് വെച്ചിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും ഫംഗ്ഷനിലോട്ട്. ഇനി ഇതിന് ഒരു റിട്ടേൺ, ഡിഫോൾട്ട് റിട്ടേൺ നമുക്ക് ഇതിനകത്തോട്ട് ഒരു റിട്ടേൺ ഉണ്ട്. സോ ഇപ്പൊ നമ്മളിത് ഞാൻ ഇതിന്റെ പേര് ഞാൻ മാറ്റുന്നു. പ്രിന്റ് വാൽസ് എന്ന് കൊടുക്കുന്നു. പ്രിന്റ് വാൽസ് അല്ല പ്രിന്റ് ആർഗ്സ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇത് റിട്ടേൺ ഞാൻ ഇവിടെ പാരാമീറ്റർ റിട്ടേൺ ചെയ്യുന്നു. ഇനി ഇവിടെ ഞാൻ ഈ പരാംസ് ഒന്ന് പ്രിന്റ് ചെയ്യുവാണ്. ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുകയാണ്. പ്രിന്റ് ആർഗ്സ് 10,20, 30, 14. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട്. സോ ഇവിടെ നമുക്കത് കിട്ടുന്നത് ട്യൂപ്പിൾ ആയിട്ടാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു വേരിയബിളിലോട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ നംസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇനി അതൊന്ന് ഇതിലോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കതിൻ്റെ ടൈപ്പ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ടൈപ്പ് ഓഫ് നംസ് എന്ന് കൊടുത്താൽ മതി. ഇത് ട്യൂപ്പിൾ ആണ്. അതേസമയം നമുക്കിവിടെ ഒരു ലിസ്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യിക്കാൻ പറ്റും. ഇത് തന്നെ ലിസ്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ സ്റ്റാർ പരാംസ് അല്ലെങ്കിൽ സ്റ്റാർ ആർഗ്സ് എന്ന് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. ഇപ്പൊ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഇതിന്റെ ക്ലാസ് ടൈപ്പ് ലിസ്റ്റ് ആയിരിക്കും. കണ്ടല്ലോ, ഇപ്പൊ നമുക്കത് റൺ ചെയ്യുമ്പോൾ കാണാം. അതേസമയം നമുക്ക് ഇതിന്റെ ടൈപ്പ് ഇനി ഒരു സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കർലി ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇതൊക്കെയാണ് ഈ വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റാർ ആർഗ്സ്, var-argsനെ പറ്റിയുള്ളത് ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.